ശരിക്കും പറഞ്ഞാൽ അമ്മയാണ് ഞങ്ങളുടെയൊക്കെ ദൈവവിളിയുടെ ഓരോ വിളിക്കും അതിൻ്റെ പുറകിലൊരു കാരണം ഉണ്ടാവും. ഇത് അമ്മയുടെ സ്നേഹവും കരുണയും പ്രാർത്ഥനയും ഒക്കെയാണ് ഞങ്ങളുടെ ദൈവവിളിക്ക് പുറകിലുള്ളത്. അപ്പോൾ ചേച്ചിയാണ് ആദ്യം സന്യാസ ജീവിതത്തിലേക്ക് പോകാനായിട്ട് ആഗ്രഹം പ്രകടിപ്പിച്ചത്. അപ്പോൾ പിന്നെ ചേച്ചിയുടെ മഠത്തിലെ ഓരോ ആഘോഷങ്ങൾക്കും ഞങ്ങൾ ചെല്ലുമായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു ആഗ്രഹം പിന്നീട് ഞങ്ങൾക്കുണ്ടായി. അതുമാത്രമല്ല, ഞങ്ങൾ കൊയറിലായിരുന്നപ്പോൾ സിസ്റ്റേഴ്സ് കാണാൻ വരുമായിരുന്നു. അപ്പോൾ കാണാൻ വരുമ്പോൾ സിസ്റ്ററാകാൻ പ്രത്യേകിച്ച് പാട്ട് പാടുന്നവരുടെ അടുത്തൊക്കെ വന്ന് സിസ്റ്റേഴ്സ് സംസാരിക്കും. അപ്പോൾ അവർ പറഞ്ഞൊരു കാര്യമാണ്, നിങ്ങളിപ്പോൾ സാധാരണ ജീവിതം കല്യാണമൊക്കെ കഴിഞ്ഞ് പോയി കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു പാടാനോ ഈശോയെ പാടി സ്തുതിക്കാനോ പിന്നീട് അവസരങ്ങൾ നിങ്ങൾക്ക് ലഭിച്ചെന്ന് വരില്ല. അപ്പോൾ ഈശോയുടെ കൂടെ എന്നും അവിടുത്തെ പാടി സ്തുതിക്കാനായിട്ട് പറ്റുന്നൊരവസരം നിങ്ങൾക്ക് സന്യാസ ജീവിതം അതായിരിക്കും എന്ന് പറഞ്ഞു. അതെൻ്റെ ഒരു മനസ്സിലൊരു വലിയൊരു ഒരു ആലോചിക്കാനായിട്ട് എനിക്ക് ഇടയാക്കി. പിന്നെ അത് തന്നെയല്ല, എൻ്റെ മൂത്ത സഹോദരി ചേച്ചി ഒരു ദിവസം എനിക്ക് ഫോൺ വിളിച്ചു. സിസ്റ്റർ അതിന് ശേഷമാട്ടോ ഇത് സംഭവിക്കുന്നത്. ഫോൺ വിളിച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങളിങ്ങനെ ഭയങ്കര തിരക്കാണ്, പാട്ട് പഠിക്കൽ, പ്രാക്ടീസ്. അപ്പോൾ എന്താണെന്ന് വെച്ച് പറഞ്ഞു, ഞങ്ങൾക്കിങ്ങനെ പെരുന്നാളും ഇടയ്ക്കിടയ്ക്ക് തിരുനാളുകളുണ്ട്, ആഘോഷങ്ങളാണ്, പാട്ട് പഠിക്കൽ, പ്രെയർ മീറ്റിങ്ങിന് ഒരുങ്ങൽ, ഇങ്ങനെയൊക്കെയാണെന്ന് പറഞ്ഞു. അപ്പോൾ ചേച്ചി പറഞ്ഞു, ഞങ്ങൾക്കൊന്നും പറ്റാത്ത കാര്യങ്ങളാണ് ഇപ്പം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത്, സന്തോഷത്തോടെ ചെയ്യുക. സ്വർഗത്തിൻ്റെ പണി ഇതൊക്കെയാണ്. കാരണം നമ്മൾ സ്വർഗത്തിൽ ചെന്ന് കഴിഞ്ഞാൽ എപ്പോഴും ഈശോനെ വാഴ്ത്തി സ്തുതിക്കലാണ് നമ്മുടെ പണി, മാലാഖമാരോട് ഒന്നിച്ച്. നിങ്ങളത് ചെയ്യുന്നു, അപ്പം നിങ്ങളത് സന്തോഷപൂർവ്വം നിയോഗങ്ങളൊക്കെ വെച്ചിട്ട് ചെയ്യാൻ പറഞ്ഞു. അപ്പം നിയോഗം വെച്ച്, അപ്പം അന്നാണ് എൻ്റെ മനസ്സിൽ അങ്ങനെ ഒരു പാട്ട് പാടുമ്പോഴും പ്രാർത്ഥിക്കുമ്പോഴും നമ്മളിതൊരു ജോലിയായിട്ട് ചെയ്യാതെ ഒരു നിയോഗം വെച്ച് ചെയ്യുമ്പോൾ ദൈവത്തിൻ്റെ അനുഗ്രഹം നമുക്ക് ലഭിക്കും എന്നുള്ളൊരു ബോധ്യം അന്നുണ്ടായി.